2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് കേരളത്തിൽ നമ്പറായ വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,60,000 കിലോമീറ്ററാണ്. നിലവിൽ 3 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണത്. ഇത് 90% കമ്പനി പെയിന്റിലെ വാഹനമാണ്. സിൽക്കി ഗോൾഡ് കളറിലാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ലൈറ്റ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ഓൺലി ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഈ ബോണറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. 2012 മോഡൽ ഒരു ഫോർച്യൂണർ സെയിൽ വന്നിട്ട് 2 വീൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നുണ്ട്. അത് കിലോമീറ്റർ ഓടിയുള്ളത് 1,60,000 കിലോമീറ്ററാണ്. നിലവിൽ 3 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു 90% കമ്പനി പെയിൻറ്റിലുള്ള വാഹനം കേട്ടോ. സിൽക്കി ഗോൾഡിലാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഓൺലി ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. വേറെ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഇല്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. KL55 ഓൾറെഡി നമ്പറായ വാഹനമാട്ടത്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറാത്തൊരു വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ, അതേപോലെ ഈ ഒരു ഫൈബർ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിന് ടച്ചിങ് കയറിയിട്ടുള്ളൂ. ഈ ബോണറ്റിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടോ, വേറൊരു ഭാഗത്തും നിങ്ങൾക്ക് ടച്ചിങ് കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റിയിലാണ് സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് ഒരു ടച്ചിങ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. കമ്പനി പെയിൻ്റാണ് വരുന്നത് കേട്ടോ. 2012 മോഡൽ അതർ സ്റ്റേറ്റ് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അതേപോലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി ഇറങ്ങുമ്പോൾ സീറ്റ് കവർ തന്നെയാണ്, ചേഞ്ച് ചെയ്തിട്ടില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടി വരും. എന്താ വെച്ചാൽ ഈ കമ്പനി ലെതർ സീറ്റ് കവർ തന്നെയാണ്. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സീറ്റ് കവറത്തിനുണ്ട്. പ്രൂഫും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് കേട്ടോ. കമ്പനി പെയിൻറ്റ് തന്നെ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് ഡിക്കി ഭാഗം നോക്കുകയാണെങ്കിലും കമ്പനി പെയിൻറ്റ് തന്നെ വരുന്നത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിൽ ഈ ബാക്ക് ഭാഗത്ത് എവിടെയില്ല. അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ റീപെയിൻറ്റ് കാര്യങ്ങളുണ്ട്. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗങ്ങളിൽ എവിടെയും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പാനൽ ഡോറുകളൊക്കെ കമ്പനി പെയിൻറ്റ് തന്നെ വരും കേട്ടോ. 2012 മോഡൽ അതർ സ്റ്റേറ്റ് വാഹനം ഇത്രയും കൂടുതൽ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോണിൻ്റെ സൈഡ്, അതേപോലെ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഗ്യാരണ്ടിയാണ്. ഈ ഫ്രണ്ടേജ് എവിടെയും നിങ്ങൾക്ക് മേജറായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. 1,60,000 ജെനുവിൻ കിലോമീറ്ററിലെ വാഹനമാണ്. അതേപോലെ ഈ ഒരു ഫ്രണ്ടേജ് ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. വേറെ ഫ്രണ്ടേജ് എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഡൗൺ പേയ്മെൻറ്റ് 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 11,50,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.